നിതിൻ രാജ് കേസിൽ ഡോക്ടർ എം കെ റാമിന്റെ റീ അറസ്റ്റിൽ തലശ്ശേരി SC/ST സ്പെഷ്യൽ കോടതി ഉടൻ തീരുമാനമെടുക്കും. അതേസമയം ഡോക്ടർ എം കെ റാം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിരിക്കുകയാണ്. അറസ്റ്റിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് റാം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്. വിവരങ്ങളുമായി മിഥുൻ പിള്ളയുണ്ട് കണ്ണൂരിൽ നിന്ന്. മിഥുൻ, ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ കോടതി തീരുമാനമെടുക്കും. അത് അറസ്റ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടായാൽ അത് പ്രശ്നമില്ല എന്നുള്ളത് റാമിന്റെ അഭിഭാഷകരും വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണോ റാം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്? പ്രജിത്ത്, നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എം കെ റാമിൻ്റെ അറസ്റ്റിന് തലശ്ശേരി കോടതി അനുമതി നൽകിയിരിക്കുന്നുണ്ട്. അതായത് തലശ്ശേരി SC/ST സ്പെഷ്യൽ കോടതിയാണ് അനുമതി നൽകിയത്. അനുമതിക്ക് പിന്നാലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായ റാമിൻ്റെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്താനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഈ അന്വേഷണ സംഘവും അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ അടക്കം ഈ കോടതിയിൽ ഹാജരായി കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് പോരായ്മകളടക്കം എടുത്തു പറഞ്ഞത്, വീഴ്ചകൾ എടുത്തു പറഞ്ഞിരുന്നു. അത് ഈ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന സമയത്ത് ചില വീഴ്ചകൾ പറ്റി, അതൊരു ഒമിഷൻ ആയിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനായ അന്ന് ആ കേസ് അന്വേഷിച്ച DYSP സുധീർ കല്ലൻ പറഞ്ഞത് അന്ന് കാര്യങ്ങൾ വാക്കാൽ ബോധിപ്പിച്ചിരുന്നു, അത് എഴുതി നൽകിയിരുന്നില്ല. എഴുതി നൽകിയിരുന്നെങ്കിൽ പോലും അത് പൂർണ്ണമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കാര്യങ്ങൾ വാക്കാൽ ബോധിപ്പിച്ചിരുന്നു എന്നാണ്. പക്ഷേ കോടതി ആ വാദം തള്ളുകയും വിധി പറയാൻ, അതായത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിധി പറയാൻ അത് 3 മണിക്കേക്ക് നീക്കി വയ്ക്കുകയുമായിരുന്നു. അല്പസമയം മുൻപാണ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി നൽകിയത്. ഏതായാലും ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് കേസുമായി ബന്ധപ്പെട്ട റാമിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. പ്രജിത്ത്. ഓക്കെ, മിഥുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിതിൻ രാജിന്റെ കേസിൽ ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി ഇപ്പോൾ തലശ്ശേരി SC/ST കോടതി നൽകിയിരിക്കുകയാണ്. എന്തായാലും എം കെ റാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉടൻ തന്നെ എം കെ റാമിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും എന്നുള്ള വാർത്ത കൂടിയാണ് ഇപ്പോൾ മിഥുൻ കണ്ണൂരിൽ നിന്ന് നൽകുന്നത്.